ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത 200 ഇലക്ട്രിക് ബസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും വനിതകൾക്കായുള്ള പ്രത്യേക ബസ് സർവീസിനും ഡൽഹി-കർണാൽ അന്തർസംസ്ഥാന ഇ-ബസ് സർവീസിനും തുടക്കം കുറിക്കുകയും ചെയ്തു. ഡൽഹിയിൽ കൂടുതൽ ശുചിത്വവും പരിസ്ഥിതി സൗഹൃദവുമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നതിനാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് അവർ പറഞ്ഞു. നിലവിൽ ഡൽഹിയിലെ സർക്കാർ ബസ് നിരയിൽ 4938 ബസുകൾ ഇലക്ട്രിക് വാഹനങ്ങളായി മാറിയിട്ടുണ്ടെന്ന് രേഖ ഗുപ്ത അറിയിച്ചു. ഓരോ മാസവും കൂടുതൽ ഇലക്ട്രിക് ബസുകൾ നിരയിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ടെന്നും ഇത് ഡൽഹിയെ ഹരിതവും ശുചിത്വമുള്ളതുമായ നഗരമാക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായകരമാണെന്നും അവർ വ്യക്തമാക്കി. മുൻ ഡൽഹി മന്ത്രി സത്യേന്ദ്ര ജെയിന്റെ അറസ്റ്റിനെക്കുറിച്ച് സംസാരിച്ച മുഖ്യമന്ത്രി മുൻ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ കാലത്തെ വിവിധ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്ന 19 റിപ്പോർട്ടുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റിപ്പോർട്ടുകളിൽ ഏജൻസികൾ അന്വേഷണം നടത്തിവരികയാണെന്നും ഡൽഹി ജൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസിലും തുടർനടപടികൾ പുരോഗമിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി.